ഒരു ഉയർന്ന അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ്. രാവിലെ റഷ് അവർ. ലിഫ്റ്റ് തുറന്നു. ആകാശ് അകത്ത് കയറി. അപ്പോൾ ഒരു പെൺകുട്ടി ഓടിയെത്തി. വെയിറ്റ്, അവൾ പറഞ്ഞു. ആകാശ് ലിഫ്റ്റ് പിടിച്ചു. അവൾ അകത്ത് കയറി. താങ്ക്സ്, അവൾ ചിരിച്ചു. അവളുടെ പേര് ലീന. ലിഫ്റ്റ് അടഞ്ഞു. അവിടെ നിശബ്ദത. 30 സെക്കൻഡ് മാത്രം. പക്ഷെ ആ നിമിഷത്തിൽ ചെറിയ സംഭാഷണം തുടങ്ങി. എന്ത് ഫ്ലോർ? 7th. സെയിം. അവർ ചിരിച്ചു. ലിഫ്റ്റ് തുറന്നു. അവർ ഇറങ്ങി. അതൊരു ചെറിയ നിമിഷം മാത്രമായിരുന്നു. പക്ഷെ ആകാശ് മറന്നില്ല. അടുത്ത ദിവസവും അതേ സമയം അവൻ ലിഫ്റ്റിനു മുന്നിൽ കാത്തിരുന്നു. അവൾ വീണ്ടും വന്നു. എഗെയിൻ അവൾ ചിരിച്ചു. മേ ബി, അവൻ പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ലിഫ്റ്റിലെ 30 സെക്കൻഡ് അവരുടെ ദിവസത്തിലെ ഏറ്റവും പ്രധാന നിമിഷമായി. ഒരു ദിവസം ലീന ചോദിച്ചു, നമ്മളിതിന് പുറത്തും സംസാരിക്കാമല്ലോ? ആകാശ് ചിരിച്ചു. അതിനായി ഞാൻ കാത്തിരുന്നു, അവൻ പറഞ്ഞു. പിന്നീട് അവർ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ തുടങ്ങി. കോഫി, ചെറിയ നടപ്പുകൾ. 30 സെക്കൻഡ് പ്രണയം ഇപ്പോൾ വലിയ കഥയായി മാറി. ഒരു ദിവസം ലീന പറഞ്ഞു, എനിക്ക് ട്രാൻസ്ഫറായി. ആകാശ് മിണ്ടാതായി. അപ്പോൾ ഈ 30 സെക്കൻഡ് അവസാനിക്കുമോ? അവൻ ചോദിച്ചു. അവൾ ചിരിച്ചു. ഇത് തുടക്കമായിരുന്നു, അവസാനമല്ല, അവൾ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ആകാശ് വീണ്ടും അതേ ബിൽഡിംഗിൽ. ലിഫ്റ്റ് തുറന്നു. അകത്തൊരാൾ. വെയിറ്റ്, ഒരു പരിചിത ശബ്ദം. ലീന. അവൾ ചിരിച്ചു. 30 സെക്കൻഡ്സ് സ്റ്റിൽ ഇനഫ്? അവൾ ചോദിച്ചു. ആകാശ് ചിരിച്ചു. ഇപ്പോൾ ഒരു ജീവിതം മതിയാകും, അവൻ പറഞ്ഞു. ഒരു ചെറിയ അപ്പാർട്ട്മെന്റ്. രാത്രി സമയം. ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുകയായിരുന്നു രാഹുൽ. അപ്പോൾ അപ്രതീക്ഷിതമായി പവർ പോയി. മുഴുവൻ ഏരിയയും ഇരുട്ട്. അവനൊന്ന് ചിരിച്ചു. ഇപ്പോഴാണോ എന്നു പറഞ്ഞ് അവൻ പുറത്തേക്ക് നോക്കി. എതിർ ബിൽഡിംഗിലെ ഒരു ബാൽക്കണിയിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടു. ഫോൺ ലൈറ്റിൽ അവളുടെ മുഖം അല്പം തെളിഞ്ഞു. അവൾ കൈവീശി. രാഹുൽ അല്പം ആശ്ചര്യപ്പെട്ടു, പക്ഷെ തിരിച്ച് കൈവീശി. അവളുടെ പേര് പിന്നീട് അവൻ അറിഞ്ഞു, കാവ്യ. ആ ദിവസത്തിൽ നിന്ന് ഓരോ രാത്രി പവർ പോകുമ്പോൾ അവർ സംസാരിക്കും. ഫോൺ ലൈറ്റിലൂടെ, കൈ സൈഗ്നലുകളിലൂടെ, ചെറിയ ചിരികളിലൂടെ. പിന്നീടവർ മെസ്സേജ് വഴി സംസാരിക്കാൻ തുടങ്ങി. ഇതെല്ലാം പവർ കട്ടുകൊണ്ടാണ് തുടങ്ങിയത്, രാഹുൽ പറഞ്ഞു. കാവ്യ ചിരിച്ചു. അപ്പോൾ പവർ കട്ട് നന്നല്ലേ, അവൾ പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. അവർ തമ്മിൽ അടുപ്പമായി. ഒരു ദിവസം കാവ്യ പറഞ്ഞു, ഞാൻ മറ്റൊരു നഗരത്തിലേക്ക് പോകുന്നു. രാഹുൽ മിണ്ടാതായി. എപ്പോൾ? അവൻ ചോദിച്ചു. നാളെ, അവൾ പറഞ്ഞു. ആ രാത്രി പവർ കട്ടുണ്ടായില്ല. എല്ലാ ലൈറ്റുകളും ഓണായിരുന്നു. രാഹുൽ ബാൽക്കണിയിൽ നിന്നു, പക്ഷെ കാവ്യയെ കണ്ടില്ല. അവൾ പോയി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു രാത്രി വീണ്ടും പവർ കട്ട്. രാഹുൽ പെട്ടെന്ന് ബാൽക്കണിയിലേക്ക് ഓടി. എതിർവശത്തൊരു ലൈറ്റ് തെളിഞ്ഞു. അവൾ, കാവ്യ. അവൾ ചിരിച്ചു. ഇന്നും പവർ കട്ട് വേണം, നമ്മൾ സംസാരിക്കാൻ, അവൾ പറഞ്ഞു. രാഹുൽ ചിരിച്ചു. ആ നിമിഷത്തിൽ അവൻ മനസ്സിലാക്കി, ചില ഇരുട്ടുകൾ ഭയപ്പെടുത്താനല്ല, അവ പ്രണയം തെളിയിക്കാൻ വരുന്നു.